ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രത്തിന് നേരെ വീണ്ടും ഇസ്രയേൽ ആക്രമണം. IRGS ആസ്ഥാനത്തും ഇറാന്റെ 6 വ്യോമതാവളങ്ങളിലും ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നീതീകരിക്കാനാകില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. US ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷവും ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഫോർദോയിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയതായി ഇറാൻ സ്ഥിരീകരിച്ചു. ടെഹ്റാനിലെ IRGC ആസ്ഥാനം ആക്രമിച്ചതായും നിരവധി റവല്യൂഷണറി ഗാർഡ് സൈനികർ കൊല്ലപ്പെട്ടതായും ഇസ്രയേൽ പ്രതിരോധ സേന. ടെഹ്റാനിലെ ഷാഹിദ് ബഹിഷ്ടി സർവകലാശാലയിലും ആക്രമണമുണ്ടായി. ഇസ്രയേലിന്റെ ആക്രമണം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ലക്ഷ്യമിട്ടെന്ന് ഇറാൻ ആരോപിച്ചു. ഇറാനിലെ എവിൻ ജയിലിന് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തി. കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള ഇസ്രയേൽ ശ്രമം പരാജയപ്പെട്ടെന്ന് ഇറാൻ പ്രതികരിച്ചു. ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ 6 വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തിയതായും 15 യുദ്ധവിമാനങ്ങൾ തകർത്തതായും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. റൺവേകൾ, ഭൂഗർഭ ഹാങ്ങറുകൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, ഇറാനിയൻ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. F-14, F-5, AH-1 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ തകർത്തെന്നും IDF അറിയിച്ചു. ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നീതീകരിക്കാനാവില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ റഷ്യ ഇറാനെ പിന്തുണയ്ക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. ഇറാനെതിരെയുള്ള US ആക്രമണങ്ങളിൽ ഇറാനെ പിന്തുണച്ചതിന് അബ്ബാസ് അരാഗ്ചി റഷ്യയ്ക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.